Hi everyone, welcome back to another video. Today we are going to discuss the remaining part in the AMU Entrance Question Paper 2019, that is reasoning part. So let's start. First question. A boatman goes 96 km in 8 hours with the flow of a river and returns in 12 hours against the flow. If the speed of the boat is 10 km per hour, then find the speed of the river. Option A 2 km per hour, B 3 km per hour, C 2.5 km per hour, D 3.5 km per hour. ഇവിടെ ഒരു ബോട്ട്മാന് 96 കിലോമീറ്റർ സഞ്ചരിക്കുകയാണ്, അതായത് 8 മണിക്കൂറിനുള്ളിൽ വിത്ത് ദ ഫ്ലോ ഓഫ് എ റിവർ. അവർ സഞ്ചരിക്കുന്നത് പുഴയുടെ ഒഴുക്കിനനുസരിച്ചിട്ടാണ്. പിന്നീട് തിരിച്ചു വരുന്നതാകട്ടെ 12 ഹവേഴ്സ് എഗെയിൻസ്റ്റ് ദ ഫ്ലോ, അതായത് 12 മണിക്കൂറിൽ എഗെയിൻസ്റ്റ് ദ ഫ്ലോ ആയിട്ട് തിരിച്ചു വരുന്നുണ്ട്. ആ ബോട്ടിൻ്റെ സ്പീഡ് 10 കിലോമീറ്റർ പെർ ഹവർ ആണെങ്കിൽ റിവറിൻ്റെ സ്പീഡ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ആദ്യം തന്നിട്ടുള്ളത് വി ബി പ്ലസ് വി ആർ എന്നാണ്. അതായത് വി ബി എന്ന് പറയുമ്പോൾ ബോട്ടിൻ്റെ വെലോസിറ്റി പ്ലസ് റിവറിൻ്റെ വെലോസിറ്റി, ദാറ്റ്സ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് 96/8 ദാറ്റ് ഈസ് 12. ഇനി നമുക്ക് വി ബി മൈനസ് വി ആർ എന്ന് ഉദ്ദേശിക്കുന്നത് തിരിച്ചു വരുമ്പോഴുള്ള സ്പീഡാണ്. അത് 96/12 ദാറ്റ്സ് ഈക്വൽ ടു 8. ഇനി രണ്ട് ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 2VB is equal to 20 എന്ന് ലഭിക്കുന്നു. ദെൻ VB is equal to 10 km per hour. ദെൻ VR is equal to 2 km per hour. Second question. A number added to its half gives 33. Find the number. Option A 23, B 20, C 22, D 19. ഒരു സംഖ്യ അതിൻ്റെ തന്നെ പകുതിയോട് ആഡ് ചെയ്യുമ്പോൾ കൂട്ടുമ്പോൾ നമുക്ക് 33 ലഭിക്കുന്നു, 33. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ എത്ര? ആൻസർ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഓപ്ഷൻ സി 22 ആണ് കറക്റ്റ് ആൻസർ. അതായത് 22ൻ്റെ കൂടെ അതിൻ്റെ പകുതിയായ 11 കൂട്ടുമ്പോൾ നമുക്ക് 33 എന്ന സംഖ്യ ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 2 times the breadth. If the perimeter of the rectangle is 24 cm, find the length of the rectangle. Option A 7 cm, B 8 cm, C 9 cm, D 10 cm. ആൻസർ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഇവിടെ ബ്രെഡ്ത്ത് അതായത് വീതി നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ലെങ്ത്ത് നീളം 2x ആണ്. 2 times the breadth എന്നാണ് പറഞ്ഞിട്ടുള്ളത് ലെങ്ത്ത്. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ 2 into breadth plus length, that's equal to 2 into x plus 2x, that's equal to 24. Then 2 into 3x is equal to 24. Here 6x is equal to 24. Then here we can find x, that's equal to 24/6, that is 4. അപ്പോൾ നമുക്കിവിടെ വീതി 4 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്കറിയാം ലെങ്ത് എന്നുള്ളത് 2x ആണ്, that's equal to 2 into 4. Then we can get the answer, that is 8 centimeter. Next question. A square and a rectangle field with measurements as given in the figure have the same perimeter. Which field has a larger area? താഴെ ഒരു സ്ക്വയറും അതുപോലെ ഒരു റെക്റ്റാങ്കിളും തന്നിട്ടുണ്ട്. അതിൻ്റെ മെഷർമെൻറ്റ്സും അവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിന് രണ്ടിനും സെയിം പെരിമീറ്റർ ആണ്, അതായത് ചുറ്റളവ് 1 ഏതിനാണ് ഏറ്റവും കൂടുതൽ വിസ്തീർണം, അതായത് ഏരിയ, വിച്ച് ഹാസ് ലാർജർ ഏരിയ എന്നതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആൻസറിലിട്ട് നോക്കാം. ഇവിടെ സ്ക്വയറിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ സൈഡ് ഇൻറ്റു സൈഡാണ്, അതായത് എ സ്ക്വയർ. ഒരു സൈഡിൻ്റെ ലെങ്ത്ത് ഇവിടെ തന്നിട്ടുണ്ട് 60 മീറ്റർ. ദെൻ 60 into 60 അതാണ് ഇവിടെ സ്ക്വയറിൻ്റെ ഏരിയ ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് 60 into 60 നമുക്കവിടെ ആൻസർ കിട്ടുന്നു 3600 എന്ന്. ഇനി നമുക്ക് ഇവിടെ റെക്റ്റാങ്കിൾ കാണാം. അതിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട് 80 മീറ്റർ ആണ്. ഇനി നമുക്ക് വീതി കണ്ടെത്തണം. പക്ഷേ ഇവിടെ ഒരു ഹിൻ്റ് ഉണ്ട് ക്വസ്റ്റ്യനിൽ, അതായത് പെരിമീറ്റർ സെയിം ആണ് എന്ന്. രണ്ടിൻ്റെയും പെരിമീറ്റർ സെയിം ആണ്, അതായത് ചുറ്റളവ്. അപ്പോൾ നമ്മൾ സ്ക്വയറിൻ്റെ ചുറ്റളവ് നോക്കുകയാണെങ്കിൽ 60 into 4 ദാറ്റ്സ് ഈക്വൽ ടു 240, 240 മീറ്ററാണ് വരുന്നത്. ഇനി നമ്മൾ റെക്റ്റാങ്കിൾ എടുക്കാം. അവിടെ നമുക്ക് ലെങ്ത്ത് ഉണ്ട് 80 മീറ്റർ ആണ്. ഇനി നമുക്ക് ബ്രെഡ്ത്ത് കാണേണ്ടതുണ്ട്.
ഇവ രണ്ടിൻ്റെയും പെരിമീറ്റർ സെയിം ആണ് എന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ എക്സ് എന്ന് കൊടുക്കാം. ബ്രെഡ്ത്ത് എക്സ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ 2 × 80 + x is equal to 240. ദെൻ 160 + 2x is equal to 240. അപ്പോൾ ഇവിടെ 2x is equal to 240 minus 160, that's equal to 80 meter. Then x is equal to 80/2, that's equal to 40 meter എന്നാണ് ഇവിടെ ബ്രെഡ്ത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ 80 × 40, that's equal to 3200 എന്ന് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ ലാർജർ ഏരിയ ആയിട്ടുള്ളത് സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് 3600 എന്ന് ലഭിച്ചു. റെക്റ്റാങ്കിളുടേത് 3200. അപ്പോൾ ഇവിടെ ലാർജർ ഏരിയ ആയിട്ടുള്ളത് സ്ക്വയറാണ്. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് എ ക്യൂബോയിഡ് ഹൂസ് വോളിയം ഈസ് 275 cm³ and base area is 25 cm². Let's check the answer. Here base area is equal to length into breadth, that's equal to 25. Volume is length into breadth into height, that's equal to 275. Then 25 into height. Base area into height is equal to 275. Hence height is equal to 275 divided by 25, that's equal to 11 cm. Here the answer is 11 cm. Next question. Convert 3:4 into percentage. Option A 85%, B 70%, C 75%, D 80%. 3:4 പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ 3/4 × 100 എന്നാണ് നോക്കുക. അപ്പോൾ 3 × 25, that's equal to 75%. Here the answer is option C 75%. Next. The cost of a pair of shoes was 450 rupees. The sale tax charged was 5%. Find the bill amount. Answer എങ്ങനെ ലഭിക്കും നോക്കാം. First take out the 5% of 450. 480-ൻ്റെ 5% എടുക്കണം. അപ്പോൾ 5/100 × 450, that's equal to 45/2. Now tax charged means tax amount added. ടാക്സ് എമൗണ്ടും കൂടെ കൂടിയ തുകയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇപ്പോൾ 450 ആണ്. 450 + 45/2, that's equal to 472.5. Correct answer is option A 472.5. Next question. Rahul purchased a Almirah for 5,400 rupees including 8% VAT. Find the price before VAT. ആൻസർ നോക്കാം. ഇവിടെ എമൗണ്ട് പെയ്ഡ് കൊടുത്ത തുക 5400 വാറ്റ് പെർസെൻറ്റേജ് 8%. ലെറ്റ് ദ ഒറിജിനൽ പ്രൈസ് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ടാക്സ് എമൗണ്ട് ഇസ് ഈക്വൽ ടു വാറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു ഒറിജിനൽ പ്രൈസ് ആണ്. 8% ഇൻറ്റു എക്സ്, ദാറ്റ്സ് ഈക്വൽ ടു 8/100 ഇൻറ്റു എക്സ്, 8x/100. അപ്പോൾ ടാക്സ് എമൗണ്ട് 8x/100 എന്നെടുക്കുക. ഇനി ബിൽ എമൗണ്ട് ഇസ് ഈക്വൽ ടു ഒറിജിനൽ പ്രൈസ് പ്ലസ് ടാക്സ് എമൗണ്ട് ആണ്. 5400 കൊടുത്ത തുക ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 8x/100. ഈക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 5000 എന്ന് ആൻസർ ലഭിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എംബറേസ്ഡ് ഈസ് ടു ഹ്യൂമിലിയേറ്റഡ്, ആസ് ഫ്രൈറ്റൻഡ് ഈസ് ടു. ഓപ്ഷൻ എ റെക്ലെസ്, ബി ടെറിഫൈഡ്, സി എജിറ്റേറ്റഡ്, ഡി കറേജിയസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ടെറിഫൈഡ്. Next question. Look at this series 53, 53, 40, 40, 27, 27 dash. What number should come next? Option A 12, B 14, C 27, D 53. Correct answer ഓപ്ഷൻ ബി 14. നമുക്കറിയാം 53 തമ്മിലുള്ള ഡിഫറൻസ് ഇല്ല. 53 40 തമ്മിലുള്ള ഡിഫറൻസ് 13 ആണ്, 13. പിന്നെ 40 27 തമ്മിലുള്ള ഡിഫറൻസ് വരുന്നതും 13 ആണ്. സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസവും 13 ആയിരിക്കും. ദെൻ 27 - 13, that's equal to 14. Next, if the first and the second letters of the word November are interchanged, similarly, if the third and the fourth, the fifth and the sixth, and so on, then which of the following would be the fourth letter to the left of R in the new arrangement?
നവംബർ എന്ന വേർഡിലെ ലെറ്റേഴ്സ് ഇൻ്റർചേഞ്ച് ചെയ്യണം. അതായത് ഫസ്റ്റും സെക്കൻഡ് ലെറ്ററും ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ ON, പിന്നെ തേർഡും ഫോർത്തും, അപ്പോൾ EV എന്ന രീതിയിൽ നമ്മളത് ക്രമീകരിച്ച് കഴിഞ്ഞാൽ വിച്ച് ലെറ്റർ വുഡ് ബി ദ ഫോർത്ത് ലെറ്റർ ടു ദ ലെഫ്റ്റ് ഓഫ് R എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് 6 എന്ന സംഖ്യയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നാലാമതായി വരുന്ന സംഖ്യ ലെഫ്റ്റ് ഓഫ് R ആണ്. അപ്പോൾ നാലാമതായി വരുന്നത് E ആണ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ A. നെക്സ്റ്റ്, A is the sister of B and B is the sister of C. D is the mother of A. Based on these three statements, which of the following statements cannot definitely be true? Option A, C is a brother of A. A, B and C are D's children. C, B is the daughter of D. D, B is the sister of A. Correct answer, option A, C is brother of A. Next, a watch shows 7:30. Its minute hand points towards east. In which direction will the hour hand point? Option A, west. B, northwest. C, southeast. D, southwest. Correct answer, option C, southeast. Next, what is the least number that must be subtracted from 10,420 to make it a perfect square? Option A, 200. B, 25. C, 189. D, 16. Correct answer, option D, 16. Next question, find the synonym of the word panacea. Option A, laundry discourse. B, universal remedy. C, nature worship. D, a positive assertion. Correct answer, option B, universal remedy. Next, yard is to inch as quart is to. Option A, gallon. B, ounce. C, milk. D, liquid. Correct answer, option B, ounce. Next, which study looks into cause and effect relationships? Option A, objective. B, clinical. C, experimental. D, comparative. Correct answer, option C, experimental. Choose the correct pair. Editor, magazine. Option A, director, film. B, novel writer. C, psychiatrist, neurotic. D, librarian, library. Correct answer, option A, director, film. Next question, antonym of hirsute. Option A, shaggy. B, bald. C, erudite. D, glorious. Correct answer, option B, bald. Next, find the next term in the series. Here we can see the series. Here the correct answer is option A. Next question, cub lion called dash. Option A, dog. B, stag. C, leopard. D, stallion. Correct answer, option D, stallion. Next, 3 is to 11. Then 7 is to dash. Option A, 22. B, 29. C, 18. D, 51. Here correct answer, option D, 51. ആൻസർ കിട്ടിയ മെത്തേഡ് നോക്കാം. ഇവിടെ 3 × 3 + 2 ആണ് 11. 9 + 2. അതുപോലെ 7 × 7 ദാറ്റ്സ് ഈക്വൽ ടു 49 + 2 ദാറ്റ്സ് ഈക്വൽ ടു 51. നെക്സ്റ്റ്, MK ഈസ് ടു 169/129. ദെൻ JH ഇസ് ഈക്വൽ ടു ഡാഷ്. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി 100/64 ആണ്. ഇത് കിട്ടിയ രീതി ഇവിടെ കൊടുക്കാം. Next, choose out the odd one. Option A, canoe. B, igloo. C, yacht. D, diny. Correct answer, option B, igloo. Last question from this area. B and E are good in dramatics and computer science. A and B are good in computer science and physics. A, D and C are good in physics and history. C and A are good in physics and mathematics. D and E are good in history and dramatics. Who is good in physics, history and dramatics? Option A, B, D, E. Here the correct answer is option C, D.
Here we discussed 25 questions. In the upcoming videos, let's discuss on the expected questions for the AMU B.Ed entrance examination. We know that the exam date is declared. Exam will be held on 27th September 2021. So stay tuned for the next videos. Bye bye. If you like the video, please do subscribe, like, share and comment.